മലയാള സിനിമ ആരാധകർക്ക് ഇന്ന് സർപ്രൈസായി ലഭിച്ച ഒരു വാർത്തയായിരുന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയ വെള്ളിത്തിരയിലേക്ക് എത്തുന്നു എന്നത്. പ്രണവ് മോഹൻലാലിന് ശേഷം താരകുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന വിസ്മയ സംവിധായകൻ ജൂഡ് ആന്റണിയുടെ സിനിമയിലൂടെയാണ് നായികയാകുന്നത്. 2018 എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ആശീർവാദ് സിനിമാസിന്റെ 37ാം സിനിമയായിട്ടാണ് വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജൂഡിന്റേതാണ്. പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും സിനിമയിലെത്തുന്നതോടെ മോഹൻലാലിന്റെ അടുത്ത തലമുറയും സിനിമയിൽ സജീവമാവുകയാണ്. മലയാളികൾ ഏറെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന കുടുംബമാണ് നടൻ മോഹൻലാലിന്റേത്. മോഹൻലാലിന്റെ മകൻ പ്രണവ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. മക്കളുടെ സിനിമാ പ്രവേശത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അതെല്ലാം മക്കളുടെ അഭിപ്രായത്തിന് വിടുകയാണ് മോഹൻലാലിന്റെ പതിവ്. മോഹൻലാൽ എന്ന മഹാനടന്റെ മകളായി ജനിച്ചുവെങ്കിലും തന്റേതായ കഴിവുകളിലൂടെയും അഭിരുചികളിലൂടെയും സ്വന്തമായിട്ടൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ മകൾ വിസ്മയ മോഹൻലാൽ ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിസ്മയ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. സിനിമയോടും എഴുത്തിനോടുമുള്ള താല്പര്യം ചെറുപ്പം മുതലേ വിസ്മയക്കുണ്ടായിരുന്നു. സംവിധാനത്തിലും താല്പര്യമുള്ള വിസ്മയ ഗ്രഹണം എന്നൊരു ഹ്രസ്വചിത്രത്തിൽ സംവിധാന സഹായിയായിരുന്നു. ഈ ചിത്രം ഏറെ നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ 2021 ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നൊരു കവിതാ സമാഹാരം പുറത്തിറക്കിയിരുന്നു. ഇത് വലിയ ശ്രദ്ധ നേടുകയും പിന്നീട് നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. എഴുത്തിനും സംവിധാനത്തിനും പുറമെ ചിത്രകലയിലും വിസ്മയയ്ക്ക് താല്പര്യമുണ്ട്. വിസ്മയ വരച്ച ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആയോധന കലയിലും താല്പര്യയായ വിസ്മയ തായ് എന്ന ആയോധന കല അഭ്യസിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആക്ഷൻ രംഗങ്ങളിലെ അച്ഛൻ്റെയും ചേട്ടൻ പ്രണവിൻ്റെയും മെയ്വഴക്കത്തിനൊപ്പം തന്നെയാണ് വിസ്മയയുടെ പ്രകടനവും എന്നാണ് അന്ന് ആരാധകർ വിലയിരുത്തിയത്.